സ്വാഗതം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 4 വർഷമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരുന്ന ദിവസമാണ് എൻ്റെ ഇന്ന് ബർത്ത്ഡേ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ബർത്ത്ഡേ ടു മീ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് വലിയ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു സാധാരണ ദിവസം തന്നെയാണ്. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൻ്റെ ഒരു നല്ല പീസ്ഫുള്ളി തോന്നുന്നുണ്ട്. കാരണം രാവിലെ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റി എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. എന്ന് വെച്ചാൽ ബർത്ത്ഡേ വരുമ്പോഴേക്കും എനിക്ക് എന്തായാലും പള്ളിയിൽ പോകണം എന്നുള്ളത്. പിന്നെ പതിവ് പോലെ തന്നെ ഞാൻ രാവിലെ എനിക്ക് ഓഫീസിൽ 6:30 എത്തണം. 6:30 എത്താറില്ല, ഒരു 6:30 എത്തണം. പക്ഷെ ഇന്ന് ഞാൻ 8 മണി കഴിഞ്ഞ് എത്തിയപ്പോൾ സാധാരണ വാക്കിന് വന്ന് പിന്നെ ഇവിടെ നമ്മുടെ ഫ്രണ്ട്സായിട്ട് കുറച്ച് ചെറിയൊരു ഗെറ്റ് ടുഗെദർ നടത്തുന്നുണ്ട്. നമ്മൾ ചെറിയ കേക്ക് കട്ടിങ് പോലെ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. പിന്നെ വീട്ടിൽ ചെന്നിട്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇന്ന് എൻ്റെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഇവിടെ ആണെങ്കിലും ലൈക്ക് ഹോം, എല്ലാവരും അറിയാവുന്ന ആൾക്കാര്, അതുപോലെ തന്നെ ഇവരുമായിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യുക, അതൊക്കെ നല്ലൊരു എന്താ പറയുക ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് ആണല്ലോ. പിന്നെ ഇനി ഈ ഒരു ഡേ വരെ എനിക്ക് 4 വർഷം കഴിയണം. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഇപ്പോഴേ ഒന്നും ഇതാകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ദിവസം നല്ലൊരു പീസ്ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ബർത്ത്ഡേ വ്ലോഗ്. അപ്പൊ ഇതാണ് എന്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. വേറൊന്നുമല്ല, സിമ്പിൾ ആണ്. എനിക്ക് സിമ്പിൾ ആയിട്ട് ഇരിക്കാനായിരുന്നു എനിക്ക് ഇഷ്ടം എന്റെ ബർത്ത്ഡേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാർഗോ പാന്റും അതിന് സൂട്ട് ആയിട്ടുള്ള ഒരു ഷർട്ടും, അതാണ് ഞാൻ എന്റെ ഈ ഒരു ബർത്ത്ഡേക്ക് ഞാൻ യൂസ് ചെയ്തത്. അപ്പൊ എനിക്ക് ക്യാഷ് ആയിട്ട് എനിക്ക് എവിടെ പോകുമ്പോഴും ഇടാൻ. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ, അതാണ് എനിക്ക് ഈ ഒരു ബർത്ത്ഡേ ഞാൻ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടം. അപ്പോ ദാറ്റ്സ് ഇറ്റ്. സോണ Happy birthday to you. May God bless you, dear. എന്നെ വിളിച്ചേ ഇനി സോണിക്കുള്ള സങ്കടം വിളിക്ക് ആവില്ല. എനിക്ക് ജയിലിടോ
ബർത്ത്ഡേ 5 വയസ്സുള്ള വെച്ച് താങ്ക് യു. ബർത്ത്ഡേ ബർത്ത്ഡേ എല്ലാ യൂട്യൂബ് ചാനൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓഫീസിലെ കേക്ക് കട്ടിങ് ഒക്കെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് ചെന്നപ്പോഴും വീട്ടിൽ നമുക്ക് ചെറിയൊരു എന്താ പറയുക അവിടെ ഉണ്ടായിരുന്നു കേക്ക് കട്ടി. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഒരു ദിവസത്തിന് 2 പ്രാവശ്യം കേക്ക് കട്ട് ചെയ്യേണ്ട ഒരു ഇത് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ബർത്ത്ഡേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ പേര് എനിക്ക് വിഷസ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാം അമ്മച്ചിയുടെയും അലുവിൻ്റെയും കൂടിയുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറേ വർഷങ്ങൾ കഴിഞ്ഞാലും എനിക്കതൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ടുള്ളൊരു നല്ലൊരു എന്താ പറയുക സ്വീറ്റ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പം അതും ഞാനൊരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു വീഡിയോ എടുക്കുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ ബാക്കിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവരുടെ സമയം, അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ചിലവർ ഓരോ സ്ഥലത്തൊക്കെ പോയിരുന്ന സമയം കണ്ടെത്തിയൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതെനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇതാണ്. ഹാപ്പി ബർത്ത്ഡേ അനു. Happy birthday Anu, love you. Happy birthday Anu, have a great year. Hi Anu, happy birthday to you. May God bless you. Happy birthday Anu, have a beautiful year ahead. ഹാപ്പി ബർത്ത്ഡേ അനുമോൾ. Happy birthday Anu, wish you a happy year. Happy birthday Anu. Happy birthday. ഹാപ്പി ബർത്ത്ഡേ അനു. Happy birthday Anu. Happy birthday Anu. May God bless you abundantly. അങ്ങനെ കഴിഞ്ഞ ദിവസം കൈകൊണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അതോടൊപ്പം ഈ വർഷം അനുവിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ദൈവം സാധിച്ചു തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. Hi Anida, happy birthday to you. Happy birthday Anu ചേച്ചി. ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി നമ്മുടെ ഫാമിലിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ദിവസം. എന്താ പറയുക, ഭയങ്കര എന്താ പറയുക സെലിബ്രേഷനും കാര്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല. ഓഫ്കോഴ്സ് നമ്മൾ ചെറിയൊരു രീതിയിലുള്ളൊരു കുഞ്ഞ് ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ എന്നാലും ഭയങ്കര ഒരു സ്വീറ്റ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ബർത്ത്ഡേ ആയിട്ട് എനിക്ക് തോന്നി. നല്ല ഹാപ്പി ആയിട്ടിരുന്ന ഒരു ദിവസമാണ്. അതുപോലെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ദിവസമായിരുന്നു. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ടു മീ. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല വീഡിയോ നെക്സ്റ്റ് ടൈം കാണാം.